എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സംസാരിക്കുന്ന സമയത്ത് വാക്കുകൾ കിട്ടുന്നില്ല. ഇത് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 200 വാക്കുകളുമായിട്ടാണ്. നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ അത്യാവശ്യം ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുടെയെങ്കിലും മലയാള അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ അടുത്ത് ആരെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിലും ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 200 ഇംഗ്ലീഷ് വാക്കുകളും അതിൻ്റെ മലയാള അർത്ഥവും അതെങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുക എന്നുള്ളതുമാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു വാക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കോൺസെൻട്രേറ്റ്, ഏകാഗ്രമാക്കുക, ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. ഈഗർ, ആകാംക്ഷയുള്ള അല്ലെങ്കിൽ വ്യഗ്രതയുള്ള. എനിക്ക് പഠിക്കാൻ ആകാംക്ഷയുണ്ട്. ഐ എം ഈഗർ ടു ലേൺ. ലേൺ എന്ന് പറഞ്ഞാൽ പഠിക്കുക. ഐ എം ഈഗർ ടു ലേൺ. ഫിയർ, ഭയം അല്ലെങ്കിൽ പേടി. എനിക്ക് ഏറ്റവും ഭയം പാമ്പുകളെയാണ്. ഐ ഫിയർ സ്നേക്സ് ദ മോസ്റ്റ്. സ്നേക്ക്, പാമ്പ്. ഐ ഫിയർ സ്നേക്സ് ദ മോസ്റ്റ്. ബോയിൽ, പുഴുങ്ങുക, തിളപ്പിക്കുക, വേവിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഒരു മുട്ട പുഴുങ്ങുന്നത് എങ്ങനെയെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഐ ഡിഡൻറ്റ് ഈവൻ നോ ഹൗ ടു ബോയിൽ എൻ എഗ്. നോ, അറിയുക. ഐ ഡിഡൻറ്റ് ഈവൻ നോ ഹൗ ടു ബോയിൽ എൻ എഗ്. പ്രോപ്പർലി, കൃത്യമായി അല്ലെങ്കിൽ ശരിയായി. ഞാൻ ആ ഉരുളക്കിഴങ്ങ് ശരിയായി വേവിച്ചു. ഐ ഹാവ് പ്രോപ്പർലി ബോയിൽഡ് ദാറ്റ് പൊട്ടേറ്റോ. ബോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പുഴുങ്ങുക അല്ലെങ്കിൽ വേവിക്കുക. ഐ ഹാവ് പ്രോപ്പർലി ബോയിൽഡ് ദാറ്റ് പൊട്ടേറ്റോ. ക്വയറ്റ്, ശാന്തമായ, മിണ്ടാതിരിക്കുക, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ദയവായി മിണ്ടാതിരിക്കുക. പ്ലീസ് ബി ക്വയറ്റ്. പ്ലീസ് ബി ക്വയറ്റ്. ക്വിറ്റ്, അധികാരമൊഴിയുക, പുറത്തു കടക്കുക അല്ലെങ്കിൽ ജോലിയും മറ്റും ഉപേക്ഷിക്കുക. അവൾ ജോലി ഉപേക്ഷിക്കുകയാണ്. ഷീസ് ക്വിറ്റിംഗ് ഹെർ ജോബ്. ഷീസ് ക്വിറ്റിംഗ് ഹെർ ജോബ്. പിക്ക്, തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ പെറുക്കിയെടുക്കുക. പാക്കിൽ നിന്ന് ഏതെങ്കിലും കാർഡ് തിരഞ്ഞെടുക്കുക. പിക്ക് എനി കാർഡ് ഫ്രം ദ പാക്ക്. പിക്ക് എനി കാർഡ് ഫ്രം ദ പാക്ക്. ബെനഫിഷ്യൽ, പ്രയോജനകരമായ, ഗുണപ്രദമായ അല്ലെങ്കിൽ ഉപകാരപ്രദമായ. നല്ല ഉറക്കം നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. എ ഗുഡ് സ്ലീപ്പ് ഈസ് ബെനഫിഷ്യൽ ഫോർ യുവർ ഹെൽത്ത്. എ ഗുഡ് സ്ലീപ്പ് ഈസ് ബെനഫിഷ്യൽ ഫോർ യുവർ ഹെൽത്ത്. ലുമിനസ്, ഉജ്ജ്വലമായ, തിളങ്ങുന്ന, മിന്നുന്ന, ഇതൊക്കെയാണ് അർത്ഥം. എൻ്റെ വാച്ചിൽ തിളങ്ങുന്ന സംഖ്യകളുണ്ട്. മൈ വാച്ച് ഹാസ് ലുമിനസ് നമ്പേഴ്സ്. മൈ വാച്ച് ഹാസ് ലുമിനസ് നമ്പേഴ്സ്. എക്കോ, പ്രതിധ്വനി അല്ലെങ്കിൽ മാറ്റൊലി. ചുവരിൽ നിന്ന് ഒരു പ്രതിധ്വനി തിരിച്ചു വന്നു. ആൻ എക്കോ വാസ് റിട്ടേൺ ഫ്രം ദ വാൾ. വാൾ, ചുമര് അല്ലെങ്കിൽ ഭിത്തി. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചെത്തുക അല്ലെങ്കിൽ തിരിച്ചു വരിക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻ എക്കോ വാസ് റിട്ടേൺ ഫ്രം ദ വാൾ. ഡിഫറൻഷിയേറ്റ്, വേർതിരിക്കുക അല്ലെങ്കിൽ വ്യത്യാസം കണ്ടുപിടിക്കുക. രണ്ട് പൂക്കളെയും വേർതിരിച്ചറിയാൻ അവന് കഴിയില്ല. ഹീ കനോട്ട് ഡിഫറൻഷിയേറ്റ് ദ ടു ഫ്ലവേഴ്സ്. ഹീ കനോട്ട് ഡിഫറൻഷിയേറ്റ് ദ ടു ഫ്ലവേഴ്സ്. ഇൻവോൾവ്, അകപ്പെടുത്തുക, ഉൾപ്പെടുത്തുക, പങ്കുചേർക്കുക, ഇതൊക്കെയാണ് അർത്ഥം. നിങ്ങളുടെ പ്രശ്നത്തിൽ മറ്റുള്ളവരെ ഉൾപ്പെടുത്തരുത്. ഡോണ്ട് ഇൻവോൾവ് അതർ പീപ്പിൾ ഇൻ യുവർ ട്രബിൾ. ഡോണ്ട് ഇൻവോൾവ് അതർ പീപ്പിൾ ഇൻ യുവർ ട്രബിൾ. ഫ്രീക്വൻറ്റ്, പതിവായ, കൂടെ കൂടെ ഉണ്ടാകുന്ന, ഇടയ്ക്കിടെ വരുന്ന, ഇതൊക്കെയാണ് അർത്ഥം. ഇടയ്ക്കിടെയുള്ള യാത്രകൾ ഉൾപ്പെടുന്നതാണ് ഈ ജോലി. ദിസ് ജോബ് ഇൻവോൾവ്സ് ഫ്രീക്വൻറ്റ് ട്രാവൽ. ഇൻവോൾവ് നമ്മളിപ്പോൾ പറഞ്ഞു. ദിസ് ജോബ് ഇൻവോൾവ്സ് ഫ്രീക്വൻറ്റ് ട്രാവൽ. ട്രീറ്റ്, പെരുമാറുക, കൈകാര്യം ചെയ്യുക, ചെലവ് ചെയ്യുക, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് ദയയോടെ പെരുമാറണം. യു ഷുഡ് ട്രീറ്റ് അതേഴ്സ് കൈൻഡ്ലി. കൈൻഡ്ലി എന്ന് വെച്ചാൽ ദയയോടെ. യു ഷുഡ് ട്രീറ്റ് അതേഴ്സ് കൈൻഡ്ലി. എനിമി, ശത്രു. അവൻ എപ്പോഴും എന്നോട് ഒരു ശത്രുവിനെ പോലെയാണ് പെരുമാറുന്നത്. ഹീ ഓൾവേസ് ട്രീറ്റ്സ് മീ ലൈക്ക് ആൻ എനിമി. ഓൾവേസ്, എപ്പോഴും. ഹീ ഓൾവേസ് ട്രീറ്റ്സ് മീ ലൈക്ക് ആൻ എനിമി. എക്സ്പെക്റ്റ്, പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ പ്രത്യാശിക്കുക. അവൻ പരീക്ഷ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ എക്സ്പെക്ട് ഹീൽ പാസ് ദി എക്സാമിനേഷൻ. ഐ എക്സ്പെക്ട് ഹീൽ പാസ് ദി എക്സാമിനേഷൻ. എക്സെപ്റ്റ്, ഒഴികെ, അല്ലാതെ, ഇതൊക്കെയാണ് അർത്ഥം. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഞങ്ങൾ ജോലി ചെയ്യുന്നു. വി വർക്ക് എവ്രി ഡേ എക്സെപ്റ്റ് സൺഡേ. വി വർക്ക് എവ്രി ഡേ എക്സെപ്റ്റ് സൺഡേ. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, കൃതജ്ഞത അല്ലെങ്കിൽ ഉപകാരസ്മരണ. അവളുടെ ഹൃദയം കൃതജ്ഞതയാൽ നിറഞ്ഞിരുന്നു.
ഹെർ ഹാർട്ട് വാസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അഡ്മിറ്റ്, സമ്മതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക. ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു. ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക്. ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക്. ഡിഫീറ്റ്, പരാജയം അല്ലെങ്കിൽ തോൽവി. ആ മനുഷ്യൻ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. ദാറ്റ് മാൻ നെവർ അഡ്മിറ്റ്സ് ഡിഫീറ്റ്. അഡ്മിറ്റ് നമ്മൾ പറഞ്ഞു സമ്മതിച്ചു കൊടുക്കുക. ദാറ്റ് മാൻ നെവർ അഡ്മിറ്റ്സ് ഡിഫീറ്റ്. കിൻഡിൽ, കത്തിക്കുക അല്ലെങ്കിൽ എരിക്കുക. ഈ തടി കത്തിക്കാനാവാത്ത വിധം നനഞ്ഞിരിക്കുന്നു. ദിസ് വുഡ് ഈസ് ടു വെറ്റ് ടു കിൻഡിൽ. വെറ്റ് എന്ന് വെച്ചാൽ നനഞ്ഞ. ദിസ് വുഡ് ഈസ് ടു വെറ്റ് ടു കിൻഡിൽ. ബിയോണ്ട്, അകലെ അല്ലെങ്കിൽ അപ്പുറം. ബ്രിഡ്ജിന് അല്ലെങ്കിൽ പാലത്തിന് അപ്പുറത്താണ് വീട്. ദ ഹൗസ് ഈസ് ബിയോണ്ട് ദ ബ്രിഡ്ജ്. ദ ഹൗസ് ഈസ് ബിയോണ്ട് ദ ബ്രിഡ്ജ്. ഡിസ്ട്രാക്ട്, വ്യതിചലിപ്പിക്കുക, ശ്രദ്ധ തിരിക്കുക. ഇതൊക്കെയാണ് അർത്ഥം. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ ശ്രദ്ധ തിരിക്കരുത്. ഡോണ്ട് ഡിസ്ട്രാക്ട് മീ വൈൽ ഐ എം ഡ്രൈവിംഗ്. വൈൽ എന്ന് വെച്ചാൽ അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത്. ഡോണ്ട് ഡിസ്ട്രാക്ട് മീ വൈൽ ഐ എം ഡ്രൈവിംഗ്. സ്റ്റാർട്ടിൽ, ഞെട്ടിപ്പോവുക, പേടിപ്പിക്കുക. ഇതാണ് അർത്ഥം. ഇടിമുഴക്കം കുഞ്ഞിനെ ഞെട്ടിച്ചു. ദ തണ്ടർ സ്റ്റാർട്ടിൽ ദ ലിറ്റിൽ ബേബി. തണ്ടർ ഇടിമുഴക്കം. ദ തണ്ടർ സ്റ്റാർട്ടിൽ ദ ലിറ്റിൽ ബേബി. ബിലോവിഡ്, പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രിയമുള്ള. അവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. ഷി വാസ് ബിലോവിഡ് ബൈ എവ്രി വൺ. ഷി വാസ് ബിലോവിഡ് ബൈ എവ്രി വൺ. കളക്റ്റീവ്, കൂട്ടായ അല്ലെങ്കിൽ ഒന്നിച്ചുകൂടിയ. അതൊരു കൂട്ടായ തീരുമാനമായിരുന്നു. ഇറ്റ് വാസ് എ കളക്റ്റീവ് ഡിസിഷൻ. ഡിസിഷൻ തീരുമാനം. ഇറ്റ് വാസ് എ കളക്റ്റീവ് ഡിസിഷൻ. എൻകറേജ്, പ്രോത്സാഹിപ്പിക്കുക, ധൈര്യം പകരുക. ഇതൊക്കെയാണ് അർത്ഥം. വീണ്ടും ശ്രമിക്കാൻ അവൾ അവനെ പ്രോത്സാഹിപ്പിച്ചു. ഷീ എൻകറേജ്ഡ് ഹിം ടു ട്രൈ അഗെയിൻ. ട്രൈ, ശ്രമിക്കുക. അഗെയിൻ, വീണ്ടും. ഷീ എൻകറേജ്ഡ് ഹിം ടു ട്രൈ അഗെയിൻ. ആർഗ്യൂ, വാദിക്കുക, തർക്കിക്കുക. ഇതാണ് അർത്ഥം. എന്നോട് തർക്കിക്കരുത്. ഡോണ്ട് ആർഗ്യൂ വിത്ത് മീ. ഡോണ്ട് ആർഗ്യൂ വിത്ത് മീ. കേപ്പബിലിറ്റി, കഴിവ് അല്ലെങ്കിൽ ശേഷി. അവൾക്കിത് ചെയ്യാനുള്ള കഴിവുണ്ട്. ഷീ ഹാസ് ദ കേപ്പബിലിറ്റി ടു ഡു ദിസ്. ഷീ ഹാസ് ദ കേപ്പബിലിറ്റി ടു ഡു ദിസ്. എഡിബിൾ, ഭക്ഷണയോഗ്യമായ അല്ലെങ്കിൽ തിന്നാൻ പറ്റിയ. ഇത് ഭക്ഷ്യയോഗ്യമാണ്. ദിസ് ഈസ് എഡിബിൾ. ദിസ് ഈസ് എഡിബിൾ. എഫേസ്, ഇല്ലാതാക്കുക, തുടച്ചു മാറ്റുക, മായ്ച്ചു കളയുക. ഇതൊക്കെയാണ് അർത്ഥം. മണലിലെ കാൽപ്പാടുകൾ മായ്ച്ചു കളയുക. എഫേസ് ദ ഫുട് പ്രിൻറ്റ്സ് ഇൻ ദ സാൻഡ്സ്. ഫുട് പ്രിൻറ്റ്സ് കാൽപ്പാടുകൾ. എഫേസ് ദ ഫുട് പ്രിൻറ്റ്സ് ഇൻ ദ സാൻഡ്സ്. ഫേബിൾ, ഫേബിൾ എന്ന് പറഞ്ഞാൽ കെട്ടുകഥ. നിങ്ങളത് ഒരുതരം കെട്ടുകഥയാക്കി. യു മേഡ് ഇറ്റ് എ കൈൻഡ് ഓഫ് ഫേബിൾ. യു മേഡ് ഇറ്റ് എ കൈൻഡ് ഓഫ് ഫേബിൾ. ഹെറിഡിറ്റി, പാരമ്പര്യം. പാരമ്പര്യം നിയന്ത്രിക്കുന്നത് ജീനുകളാണ്. ഹെറിഡിറ്റി ഈസ് കൺട്രോൾഡ് ബൈ ജീൻസ്. ഹെറിഡിറ്റി ഈസ് കൺട്രോൾഡ് ബൈ ജീൻസ്. ഇൻഡീഡ്, തീർച്ചയായും, പരമാർത്ഥത്തിൽ, സത്യത്തിൽ. ഇതൊക്കെയാണ് അർത്ഥം. അവൻ ശരിക്കും നല്ല കുട്ടിയാണ്. ഹീസ് എ നൈസ് ബോയ് ഇൻഡീഡ്. ഹീസ് എ നൈസ് ബോയ് ഇൻഡീഡ്. സ്പോയിൽ, നശിപ്പിക്കുക അല്ലെങ്കിൽ ചീത്തയാക്കുക. നിങ്ങളുടെ സായാഹ്നം നശിപ്പിക്കാൻ അവനെ അനുവദിക്കരുത്. ഡോണ്ട് ലെറ്റ് ഹിം സ്പോയിൽ യുവർ ഈവനിങ്. ഡോണ്ട് ലെറ്റ് ഹിം സ്പോയിൽ യുവർ ഈവനിങ്. ലിബർട്ടി, സ്വാതന്ത്ര്യം. അമിതമായ സ്വാതന്ത്ര്യം എല്ലാം നശിപ്പിക്കുന്നു. ടു മച്ച് ലിബർട്ടി സ്പോയിൽസ് ഓൾ. സ്പോയിൽ നമ്മളിപ്പോൾ പറഞ്ഞു, നശിപ്പിക്കുക. ടു മച്ച് ലിബർട്ടി സ്പോയിൽസ് ഓൾ. ആബ്സല്യൂട്ട്, പരിപൂർണമായ അല്ലെങ്കിൽ സംശയരഹിതമായ. എനിക്ക് അവളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഐ ഹാവ് ആബ്സല്യൂട്ട് കോൺഫിഡൻസ് ഇൻ ഹെർ. നെഗ്ലിജിബിൾ, അവഗണിക്കാവുന്ന അല്ലെങ്കിൽ നിസാരമായ. അളവെടുപ്പിൽ നിസാരമായ വ്യത്യാസമേ ഉള്ളൂ. ദർ ഈസ് ഓൺലി എ നെഗ്ലിജിബിൾ ഡിഫറൻസ് ഇൻ ദ മെഷർമെൻറ്റ്. ഡിഫറൻസ്, വ്യത്യാസം. മെഷർമെൻറ്റ്, അളവെടുക്കൽ. ദർ ഈസ് ഓൺലി എ നെഗ്ലിജിബിൾ ഡിഫറൻസ് ഇൻ ദ മെഷർമെൻറ്റ്. ഒപ്പോണൻറ്റ്, എതിരാളി. അവൻ്റെ എതിരാളി വളരെ ശക്തനാണ്. ഹിസ് ഒപ്പോണൻറ്റ് ഈസ് വെരി സ്ട്രോങ്. ഹിസ് ഒപ്പോണൻറ്റ് ഈസ് വെരി സ്ട്രോങ്. റുട്ടീൻ, ദിനചര്യ. വ്യായാമം നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. മേക്ക് എക്സസൈസ് എ പാർട്ട് ഓഫ് യുവർ ഡെയിലി റുട്ടീൻ. മേക്ക് എക്സസൈസ് എ പാർട്ട് ഓഫ് യുവർ ഡെയിലി റുട്ടീൻ. മോഡസ്റ്റ്, വിനീതനായ അല്ലെങ്കിൽ അഹംഭാവമില്ലാത്ത. അവൻ തൻ്റെ പെരുമാറ്റത്തിൽ എളിമയുള്ളവനാണ്. ഹീസ് മോഡസ്റ്റ് ഇൻ ഹിസ് ബിഹേവിയർ. ബിഹേവിയർ, പെരുമാറ്റം. ഹീസ് മോഡസ്റ്റ് ഇൻ ഹിസ് ബിഹേവിയർ. ഒക്കെ, സംഭവിക്കുക. എപ്പോഴാണ് അപകടം സംഭവിച്ചത്? വെൻ ഡിഡ് ദി ആക്സിഡൻറ്റ് ഒക്കെ? വെൻ ഡിഡ് ദി ആക്സിഡൻറ്റ് ഒക്കെ? നിയർ ബൈ, അരികെ അല്ലെങ്കിൽ വളരെ അടുത്തുള്ള. അവളുടെ അമ്മ അടുത്തുള്ള പട്ടണത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഹെർ മദർ ലിവ്ഡ് ഇൻ എ നിയർ ബൈ ടൗൺ. ലിവ്, താമസിക്കുക അല്ലെങ്കിൽ ജീവിക്കുക. ഹെർ മദർ ലിവ്ഡ് ഇൻ എ നിയർ ബൈ ടൗൺ.
അവളുടെ അമ്മ അടുത്തുള്ള പട്ടണത്തിലായിരുന്നു താമസിച്ചിരുന്നത്. മിസ്റ്ററി, നിഗൂഢത അല്ലെങ്കിൽ രഹസ്യം. അവൻ പലപ്പോഴും നിഗൂഢത നിറഞ്ഞ കഥകൾ പറയുന്നു. ഹി ഓഫൻ ടെൽസ് സ്റ്റോറീസ് ഫുൾ ഓഫ് മിസ്റ്ററി. ഓഫൻ പലപ്പോഴും. ഹി ഓഫൻ ടെൽസ് സ്റ്റോറീസ് ഫുൾ ഓഫ് മിസ്റ്ററി. ഒബ്റ്റെയിൻ, ലഭിക്കുക, നേടുക, കരസ്ഥമാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. വായനയിലൂടെ നിങ്ങൾക്ക് അറിവ് നേടാനാകും. യു ക്യാൻ ഒബ്റ്റെയിൻ നോളജ് ത്രൂ റീഡിങ്. നോളജ്, അറിവ്. യു ക്യാൻ ഒബ്റ്റെയിൻ നോളജ് ത്രൂ റീഡിങ്. ബോഗ്, ചതുപ്പ് നിലം, ചെളിയിൽ താണുപോകുക, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആ വയലിലൂടെ നടക്കരുത്, അതൊരു ചതുപ്പ് നിലമാണ്. ഡോണ്ട് വാക്ക് അക്രോസ് ദാറ്റ് ഫീൽഡ്, ഇറ്റ്സ് എ ബോഗ്. ഡോണ്ട് വാക്ക് അക്രോസ് ദാറ്റ് ഫീൽഡ്. ഫീൽഡ് എന്ന് വെച്ചാൽ വയൽ. ആ വയലിലൂടെ നടക്കരുത്, ഇറ്റ്സ് എ ബോഗ്, അതൊരു ചതുപ്പ് നിലമാണ്. ഡോണ്ട് വാക്ക് അക്രോസ് ദാറ്റ് ഫീൽഡ്, ഇറ്റ്സ് എ ബോഗ്. എക്സ്പാൻഡ്, വികസിപ്പിക്കുക, വ്യാപിപ്പിക്കുക, വിപുലീകരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അവർ തങ്ങളുടെ കമ്പനി വിപുലീകരിക്കാൻ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ തങ്ങളുടെ കമ്പനി വിപുലീകരിക്കാൻ പദ്ധതിയിടുന്നു. ദേ ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് ദെയർ കമ്പനി. ദേ ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് ദെയർ കമ്പനി. ഇൻറ്റൻഷൻ, ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശ്യം. അത് ചെയ്യുന്നതിൽ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? വാട്ട് വാസ് യുവർ ഇൻറ്റൻഷൻ ഇൻ ഡൂയിങ് ദാറ്റ്? വാട്ട് വാസ് യുവർ ഇൻറ്റൻഷൻ ഇൻ ഡൂയിങ് ദാറ്റ്? എക്സാക്ട്ലി, കൃത്യമായി അല്ലെങ്കിൽ ശരിയായി. എനിക്ക് കൃത്യമായി അറിയില്ല. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. എക്സ്ട്രീംലി, അങ്ങേയറ്റം അല്ലെങ്കിൽ വളരെയധികം. ഞാൻ വളരെ ക്ഷീണിതനാണ്. ഐ എം എക്സ്ട്രീംലി ടയേർഡ്. ഐ എം എക്സ്ട്രീംലി ടയേർഡ്. ഒക്കേഷണലി, വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടെ. അത് വല്ലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇറ്റ് ഹാപ്പൻസ് ഒക്കേഷണലി. ഇറ്റ് ഹാപ്പൻസ് ഒക്കേഷണലി. ഹാപ്പൻ, സംഭവിക്കുക. പ്രോഗ്രസ്, പുരോഗതി, വികാസം, അഭിവൃദ്ധി, ഇതൊക്കെയാണ് അർത്ഥം. നിങ്ങളുടെ ഇംഗ്ലീഷിൽ നിങ്ങൾ പുരോഗതി കൈവരിച്ചു. യു ഹാവ് മെയ്ഡ് പ്രോഗ്രസ് വിത്ത് യുവർ ഇംഗ്ലീഷ്. യു ഹാവ് മെയ്ഡ് പ്രോഗ്രസ് വിത്ത് യുവർ ഇംഗ്ലീഷ്. ബ്രീഫ്ലി, ചുരുക്കി പറഞ്ഞാൽ, ചുരുക്കി, ചുരുക്കിയ, ഇതൊക്കെയാണ് അർത്ഥം. ഞങ്ങൾ ഫോണിൽ ചുരുക്കി സംസാരിച്ചു. വി സ്പോക്ക് ബ്രീഫ്ലി ഓൺ ദ ഫോൺ. സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. സ്പോക്ക്, സംസാരിച്ചു. വി സ്പോക്ക് ബ്രീഫ്ലി ഓൺ ദ ഫോൺ. ഞങ്ങൾ ഫോണിൽ ചുരുക്കി സംസാരിച്ചു. റെലവൻറ്റ്, യോജിക്കുന്ന, പ്രസക്തമായ, പൊരുത്തമുള്ള, ഇതൊക്കെയാണ് അർത്ഥം. പ്രസക്തമായ എല്ലാ വിവരങ്ങളും എനിക്ക് അയയ്ക്കുക. സെൻഡ് മീ ഓൾ ദ റെലവൻറ്റ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ, വിവരം. സെൻഡ് മീ ഓൾ ദ റെലവൻറ്റ് ഇൻഫർമേഷൻ. ഗൈഡൻസ്, മാർഗനിർദ്ദേശം, നേതൃത്വം, വഴികാട്ടൽ, ഇതൊക്കെയാണ് അർത്ഥം. അച്ഛൻ്റെ മാർഗനിർദ്ദേശത്തിൽ അവൻ നീന്തൽ പഠിച്ചു. അണ്ടർ ഹിസ് ഫാദേഴ്സ് ഗൈഡൻസ് ഹി ലേൺഡ് ഹൗ ടു സ്വിം. സ്വിം, നീന്തുക. ലേൺ, പഠിക്കുക. അണ്ടർ ഹിസ് ഫാദേഴ്സ് ഗൈഡൻസ് ഹി ലേൺഡ് ഹൗ ടു സ്വിം. അച്ഛൻ്റെ മാർഗനിർദ്ദേശത്തിൽ അവൻ നീന്തൽ പഠിച്ചു. കൺസീൽ, മൂടി വയ്ക്കുക, മറച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കുക. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. ഐ കൺസീൽ നത്തിങ് ഫ്രം യു. ഐ കൺസീൽ നത്തിങ് ഫ്രം യു. അക്വയർ, സമ്പാദിക്കുക, ആർജിക്കുക, നേടുക, ഇതൊക്കെയാണ് അർത്ഥം. ഭാഷകൾ പഠിക്കുന്നവർ പരിശീലനത്തിലൂടെ പദസമ്പത്ത് നേടുന്നു. ലേണേഴ്സ് ഓഫ് ലാംഗ്വേജസ് അക്വയർ വൊക്കാബുലറി ത്രൂ പ്രാക്ടീസ്. ലേണർ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവൻ അല്ലെങ്കിൽ വിദ്യാർത്ഥി. ലേണേഴ്സ് ഓഫ് ലാംഗ്വേജസ്, ഭാഷകൾ പഠിക്കുന്നവർ. അക്വയർ വൊക്കാബുലറി, വൊക്കാബുലറി പദസമ്പത്ത്. ത്രൂ പ്രാക്ടീസ്, പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ പരിശീലനത്തിലൂടെ. ലേണേഴ്സ് ഓഫ് ലാംഗ്വേജസ് അക്വയർ വൊക്കാബുലറി ത്രൂ പ്രാക്ടീസ്. ഭാഷകൾ പഠിക്കുന്നവർ പ്രാക്ടീസിലൂടെ പദസമ്പത്ത് നേടുന്നു. പെർമിറ്റ്, സമ്മതം, അനുമതി, അനുവദിക്കുക. ഓഫീസിൽ പുകവലിക്കുന്നത് ഞങ്ങൾ അനുവദിക്കില്ല. വി ഡു നോട്ട് പെർമിറ്റ് സ്മോക്കിംഗ് ഇൻ ദി ഓഫീസ്. വി ഡു നോട്ട് പെർമിറ്റ് സ്മോക്കിംഗ് ഇൻ ദി ഓഫീസ്. ഫൊസേക്ക്, ഉപേക്ഷിക്കുക, പരിത്യജിക്കുക അല്ലെങ്കിൽ കൈവിടുക. നിങ്ങളുടെ മോശം ശീലങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചീത്ത ശീലങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. യു മസ്റ്റ് ഫൊസേക്ക് യുവർ ബാഡ് ഹാബിറ്റ്സ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ശീലം. യു മസ്റ്റ് ഫൊസേക്ക് യുവർ ബാഡ് ഹാബിറ്റ്സ്. നിങ്ങളുടെ ചീത്ത ശീലങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. എസെൻഷ്യൽ, അത്യാവശ്യമായ, പ്രധാനമായ, അത്യന്താപേക്ഷിതമായ, ഇതൊക്കെയാണ് അർത്ഥം. സന്തോഷത്തിന് പണം അത്യാവശ്യമാണോ? ഈസ് മണി എസെൻഷ്യൽ ഫോർ ഹാപ്പിനെസ്? ഹാപ്പിനെസ്, സന്തോഷം. ഈസ് മണി എസെൻഷ്യൽ ഫോർ ഹാപ്പിനെസ്? സന്തോഷത്തിന് പണം അത്യാവശ്യമാണോ? ഷ്രിങ്ക്, ചുരുങ്ങുക അല്ലെങ്കിൽ ചുരുക്കുക. കഴുകുമ്പോൾ ഈ ഷർട്ട് ചുരുങ്ങുമോ? വിൽ ദി ഷർട്ട് ഷ്രിങ്ക് ഇൻ ദ വാഷ്? വിൽ ദി ഷർട്ട് ഷ്രിങ്ക് ഇൻ ദ വാഷ്?
കഴുകുമ്പോൾ ഈ ഷർട്ട് ചുരുങ്ങുമോ? മിസ്ലീഡ്, വഴിതെറ്റിക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക. അവൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കില്ല, അത് അവൻ്റെ ശൈലിയല്ല. ഹി വുഡൻ ട്രൈ ടു മിസ്ലീഡ് യു, ഇറ്റ്സ് നോട്ട് ഹിസ് സ്റ്റൈൽ. ഹി വുഡൻ ട്രൈ ടു മിസ്ലീഡ് യു, അവൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കില്ല, ഇറ്റ്സ് നോട്ട് ഹിസ് സ്റ്റൈൽ, അത് അവൻ്റെ ശൈലിയല്ല. ഹി വുഡൻ ട്രൈ ടു മിസ്ലീഡ് യു, ഇറ്റ്സ് നോട്ട് ഹിസ് സ്റ്റൈൽ. പെർട്ടിക്യുലർ, സവിശേഷമായ അല്ലെങ്കിൽ പ്രത്യേകമായ. എനിക്ക് അവനെ സ്നേഹിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഐ ഹാവ് നോ പെർട്ടിക്യുലർ റീസൺ ടു ലവ് ഹിം. റീസൺ, കാരണം. ഐ ഹാവ് നോ പെർട്ടിക്യുലർ റീസൺ, എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ടു ലവ് ഹിം, അവനെ സ്നേഹിക്കാൻ. ഐ ഹാവ് നോ പെർട്ടിക്യുലർ റീസൺ ടു ലവ് ഹിം. യൂണിറ്റി, ഒരുമ അല്ലെങ്കിൽ ഐക്യം. യുദ്ധസമയത്ത് ദേശീയ ഐക്യം അനിവാര്യമാണ്. നാഷണൽ യൂണിറ്റി ഈസ് എസെൻഷ്യൽ ഇൻ വാർ ടൈം. നാഷണൽ, ദേശീയമായ. നാഷണൽ യൂണിറ്റി, ദേശീയ ഐക്യം. എസെൻഷ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത്യാവശ്യമായ. വാർ ടൈം, യുദ്ധകാലം അല്ലെങ്കിൽ യുദ്ധസമയം. നാഷണൽ യൂണിറ്റി ഈസ് എസെൻഷ്യൽ ഇൻ വാർ ടൈം. യുദ്ധസമയത്ത് ദേശീയ ഐക്യം അത്യാവശ്യമാണ് അല്ലെങ്കിൽ അനിവാര്യമാണ്. ഇൻക്ലൂഡ്, ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുക. എൻ്റെ ഹോബികളിൽ വായനയും പെയിൻറ്റിങ്ങും ഉൾപ്പെടുന്നു. മൈ ഹോബീസ് ഇൻക്ലൂഡ് റീഡിംഗ് ആൻഡ് പെയിൻറ്റിങ്. മൈ ഹോബീസ് ഇൻക്ലൂഡ് റീഡിംഗ് ആൻഡ് പെയിൻറ്റിങ്. ഗെയിൻ, വിജയിക്കുക, ലാഭം, നേട്ടം. വേദനയില്ലാതെ നേട്ടമില്ല. നോ പെയിൻ നോ ഗെയിൻ. നോ പെയിൻ നോ ഗെയിൻ. ഇൻജസ്റ്റിസ്, അനീതി അല്ലെങ്കിൽ അന്യായം. അവർ അനീതിക്കെതിരെ പോരാടുന്നത് തുടരും. They'll continue to fight injustice. കണ്ടിന്യൂ, തുടർന്നുകൊണ്ടിരിക്കുക. ഫൈറ്റ്, പോരാടുക. They'll continue to fight injustice. അവർ അനീതിക്കെതിരെ പോരാടുന്നത് തുടരും. ഗിൽറ്റി, കുറ്റക്കാരനായ, അപരാധിയായ, കുറ്റബോധമുള്ള. ഇതൊക്കെയാണ് അർത്ഥം. ജോണിൻ്റെ മുഖത്ത് ഒരു കുറ്റബോധമുണ്ടായിരുന്നു. ജോൺ ഹാഡ് എ ഗിൽറ്റി ലുക്ക് ഓൺ ഹിസ് ഫേസ്. ജോൺ ഹാഡ് എ ഗിൽറ്റി ലുക്ക് ഓൺ ഹിസ് ഫേസ്. ഗോഡി, ആഡംബരമായ, പകിട്ടുള്ള അല്ലെങ്കിൽ ആർഭാടപൂർവമായ. പാർട്ടിയിൽ അവൾ ഒരു ആർഭാടപൂർവമായ അല്ലെങ്കിൽ പകിട്ടുള്ള വേഷം ധരിച്ചിരുന്നു. ഷീ വോർ എ ഗോഡി കോസ്റ്റ്യൂം ടു ദ പാർട്ടി. വേറിൻ്റെ പാസ്റ്റാണ് വോർ, വേർ ധരിക്കുക. വോർ ധരിച്ചിരുന്നു. കോസ്റ്റ്യൂം, വേഷം. ഷീ വോർ എ ഗോഡി കോസ്റ്റ്യൂം ടു ദ പാർട്ടി. പ്രോഫിറ്റ്, ആദായം, ലാഭം അല്ലെങ്കിൽ ധനലാഭം. ഞങ്ങൾ ലാഭം 50-50 ആയി വിഭജിക്കും. വിൽ ഡിവൈഡ് ദ പ്രോഫിറ്റ് 50-50. ഡിവൈഡ്, വിഭജിക്കുക. വിൽ ഡിവൈഡ് ദ പ്രോഫിറ്റ് 50-50. വിൽ ഡിവൈഡ് ദ പ്രോഫിറ്റ് 50-50. ഞങ്ങൾ ലാഭം 50-50 ആയി വിഭജിക്കും. ഏളിയർ, നിശ്ചിത സമയത്തിന് മുൻപുള്ള അല്ലെങ്കിൽ നേരത്തെ. ഞാൻ പതിവിലും നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി. ഐ ലെഫ്റ്റ് ഹോം ഏർലിയർ ദാൻ യൂഷ്വൽ. യൂഷ്വൽ, പതിവായ. ഐ ലെഫ്റ്റ് ഹോം ഏർലിയർ ദാൻ യൂഷ്വൽ. ഞാൻ പതിവിലും നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി. എൻമിറ്റി, വിരോധം, ശത്രുത അല്ലെങ്കിൽ വിദ്വേഷം. ഗോസിപ്പിലൂടെ അവരുടെ സൗഹൃദം ശത്രുതയിലേക്ക് വഴിമാറി. Their friendship was turned to enmity through gossip. Their friendship was turned, അവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം വഴിമാറി. ടു enmity, ശത്രുതയിലേക്ക്. ത്രൂ ഗോസിപ്പ്, ഗോസിപ്പിലൂടെ. Their friendship was turned to enmity through gossip. ഗോസിപ്പിലൂടെ അവരുടെ സൗഹൃദം ശത്രുതയിലേക്ക് വഴിമാറി. ഇൻസ്റ്റെഡ്, പകരം. എനിക്ക് പകരം നിങ്ങൾ പാർട്ടിക്ക് പോകുമോ? Will you go to the party instead of me? Will you go to the party instead of me? പെർപ്ലക്സിറ്റി, അമ്പരപ്പ്, പരിഭ്രമം അല്ലെങ്കിൽ ആശയക്കുഴപ്പം. ഇരുവരുടെയും മുഖത്ത് പരിഭ്രമം ഉണ്ടായിരുന്നു. There was perplexity in both their faces. There was perplexity, പരിഭ്രമം ഉണ്ടായിരുന്നു. In both their faces, രണ്ടുപേരുടെയും മുഖത്ത്. There was perplexity in both their faces. റിട്രീറ്റ്, പിൻവാങ്ങുക അല്ലെങ്കിൽ പിന്മാറുക. എപ്പോൾ ആക്രമിക്കണമെന്നും എപ്പോൾ പിൻവാങ്ങണമെന്നും അവർക്കറിയാമായിരുന്നു. They knew when to attack and when to retreat. They knew when to attack. എപ്പോൾ ആക്രമിക്കണമെന്ന് അവർക്കറിയാമായിരുന്നു. And when to retreat. എപ്പോൾ പിൻവാങ്ങണം. They knew when to attack and when to retreat. എപ്പോൾ ആക്രമിക്കണമെന്നും എപ്പോൾ പിൻവാങ്ങണമെന്നും അവർക്കറിയാമായിരുന്നു. Contempt, പുച്ഛം, അവജ്ഞ, വെറുപ്പ്. ഇതൊക്കെയാണ് അർത്ഥം. കുട്ടികളോട് ക്രൂരമായി പെരുമാറുന്ന ആളുകളോട് എനിക്ക് പുച്ഛമല്ലാതെ അല്ലെങ്കിൽ അവജ്ഞയല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ല. I feel nothing but contempt for people who treat children so cruelly. I feel nothing, എനിക്കൊന്നും തോന്നുന്നില്ല. I feel nothing but contempt. എനിക്ക് അവജ്ഞയല്ലാതെ അല്ലെങ്കിൽ പുച്ഛമല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ല.
ഫോർ പീപ്പിൾ ഹു ട്രീറ്റ് ചിൽഡ്രൻ സോ ക്രൂവലി. ക്രൂവലി എന്ന് വെച്ചാൽ ക്രൂരമായി. ഫോർ പീപ്പിൾ ഹു ട്രീറ്റ് ചിൽഡ്രൻ സോ ക്രൂവലി. കുട്ടികളോട് ക്രൂരമായി പെരുമാറുന്ന ആളുകളോട്. ഐ ഫീൽ നത്തിങ് ബട്ട് കണ്ടംപ്റ്റ് ഫോർ പീപ്പിൾ ഹു ട്രീറ്റ് ചിൽഡ്രൻ സോ ക്രൂവലി. കുട്ടികളോട് ക്രൂരമായി പെരുമാറുന്ന ആളുകളോട് എനിക്ക് പുച്ഛമല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ല. എക്സ്പെൽ, പുറത്താക്കുക, ഒഴിപ്പിക്കുക അല്ലെങ്കിൽ അടിച്ചിറക്കുക. പ്രധാന അധ്യാപകൻ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയേക്കാം. ദ ഹെഡ് മാസ്റ്റർ മേ എക്സ്പെൽ ദ ബോയ് ഫ്രം ദ സ്കൂൾ. ദ ഹെഡ് മാസ്റ്റർ മേ എക്സ്പെൽ. ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രധാന അധ്യാപകൻ കുട്ടിയെ പുറത്താക്കിയേക്കാം. ഫ്രം ദ സ്കൂൾ, സ്കൂളിൽ നിന്ന്. ദ ഹെഡ് മാസ്റ്റർ മേ എക്സ്പെൽ ദ ബോയ് ഫ്രം ദ സ്കൂൾ. ഹെഡ് മാസ്റ്റർ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയേക്കാം. ഫ്രൈറ്റൻ, വിരട്ടുക, ഭയപ്പെടുത്തുക അല്ലെങ്കിൽ പേടിപ്പിക്കുക. അവനെ ഭയപ്പെടുത്തരുത്, അവൻ സത്യമാണ് പറയുന്നത്. ഡോണ്ട് ഫ്രൈറ്റൻ ഹിം, ഹീസ് ടെല്ലിംഗ് ദ ട്രൂത്ത്. ഡോണ്ട് ഫ്രൈറ്റൻ ഹിം, അവനെ പേടിപ്പിക്കരുത് അല്ലെങ്കിൽ അവനെ ഭയപ്പെടുത്തരുത്. ഹീസ് ടെല്ലിംഗ് ദ ട്രൂത്ത്, അവൻ സത്യമാണ് പറയുന്നത്. നറിഷ്, പോഷിപ്പിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുക. അവരുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നതിന് അവർക്ക് നല്ല ഭക്ഷണം ആവശ്യമായിരുന്നു. ദേ നീഡഡ് ഗുഡ് ഫുഡ് ടു നറിഷ് ദെയർ ബോഡീസ്. ദേ നീഡഡ് ഗുഡ് ഫുഡ്, അവർക്ക് നല്ല ഭക്ഷണം ആവശ്യമായിരുന്നു. ടു നറിഷ് ദെയർ ബോഡീസ്, അവരുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നതിന്. ദേ നീഡഡ് ഗുഡ് ഫുഡ് ടു നറിഷ് ദെയർ ബോഡീസ്, അവരുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നതിന് അവർക്ക് നല്ല ഭക്ഷണം ആവശ്യമായിരുന്നു. ഡെറ്റ്, കടം അല്ലെങ്കിൽ കടപ്പാട്. അവൻ കടം വീട്ടിയില്ല. ഹി ഡിഡിൻ പേ ദ ഡെറ്റ്. ഹി ഡിഡിൻ പേ ദ ഡെറ്റ്. ഇമ്മീഡിയറ്റ്ലി, ഉടനെ അല്ലെങ്കിൽ പെട്ടെന്ന്. അവൻ ഉടൻ തന്നെ ദുബായിലേക്കുള്ള വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഹി ഇമ്മീഡിയറ്റ്ലി ബുക്ക്ഡ് എ ഫ്ലൈറ്റ് ടിക്കറ്റ് ടു ദുബായ്. ഹി ഇമ്മീഡിയറ്റ്ലി ബുക്ക്ഡ് എ ഫ്ലൈറ്റ് ടിക്കറ്റ് ടു ദുബായ്. റൂയിൻ, ഹാനി, നാശം, നശിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അത് നശിപ്പിക്കരുത്. ഡോണ്ട് റൂയിൻ ഇറ്റ്. ഡോണ്ട് റൂയിൻ ഇറ്റ്. ഫോർ എവർ, എന്നേക്കും അല്ലെങ്കിൽ ശാശ്വതമായി. യഥാർത്ഥ സൗഹൃദം എന്നേക്കും നിലനിൽക്കുന്നു. ട്രൂ ഫ്രണ്ട്ഷിപ്പ് ലാസ്റ്റ് ഫോർ എവർ. ട്രൂ ഫ്രണ്ട്ഷിപ്പ്, യഥാർത്ഥ സൗഹൃദം. ലാസ്റ്റ് ഫോർ എവർ, എന്നേക്കും നിലനിൽക്കുന്നു. ട്രൂ ഫ്രണ്ട്ഷിപ്പ് ലാസ്റ്റ് ഫോർ എവർ, യഥാർത്ഥ സൗഹൃദം എന്നേക്കും നിലനിൽക്കുന്നു. ഫറ്റീഗ്, തളർച്ച അല്ലെങ്കിൽ ക്ഷീണം. പനിയും ക്ഷീണവും കാരണം അവൻ കരയുകയായിരുന്നു. ഹി വാസ് ക്രൈയിങ് ഫ്രം ഫീവർ ആൻഡ് ഫറ്റീഗ്. ഹി വാസ് ക്രൈയിങ് ഫ്രം ഫീവർ ആൻഡ് ഫറ്റീഗ്. ഡിബേറ്റ്, ഭിന്നാഭിപ്രായക്കാർ തമ്മിലുള്ള വാദപ്രതിവാദം അല്ലെങ്കിൽ ചർച്ച. വാദപ്രതിവാദത്തിൽ ഏർപ്പെടാൻ എനിക്ക് സമയമില്ല. ഐ ഹാവ് നോ ടൈം ടു എൻഗേജ് ഇൻ ദ ഡിബേറ്റ്. ഐ ഹാവ് നോ ടൈം, എനിക്ക് സമയമില്ല. എൻഗേജ് എന്ന് പറഞ്ഞാൽ ഏർപ്പെടുക അല്ലെങ്കിൽ പങ്കെടുക്കുക. ഐ ഹാവ് നോ ടൈം ടു എൻഗേജ് ഇൻ ദ ഡിബേറ്റ്. വാദപ്രതിവാദത്തിൽ ഏർപ്പെടാൻ എനിക്ക് സമയമില്ല. അമങ്, ഇടയിൽ, ഇടയ്ക്ക്, കൂട്ടത്തിൽ, ഇതൊക്കെയാണ് അർത്ഥം. ആ പഴയ ക്ഷേത്രം മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നു. ദാറ്റ് ഓൾഡ് ടെമ്പിൾ ഈസ് ഹിഡൻ എമംഗ് ട്രീസ്. ടെമ്പിൾ, ക്ഷേത്രം. ദാറ്റ് ഓൾഡ് ടെമ്പിൾ ഈസ് ഹിഡൻ എമംഗ് ട്രീസ്. ആ പഴയ ക്ഷേത്രം മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നു. ക്യൂരിയസ്, ജിജ്ഞാസയുള്ള അല്ലെങ്കിൽ കൗതുകകരമായ. അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. ഐ വാസ് ക്യൂരിയസ് ടു നോ വാട്ട് വുഡ് ഹാപ്പൻ നെക്സ്റ്റ്. നോ, അറിയുക. ഹാപ്പൻ, സംഭവിക്കുക. ഐ വാസ് ക്യൂരിയസ് ടു നോ വാട്ട് വുഡ് ഹാപ്പൻ നെക്സ്റ്റ്. അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. വെപ്പൺ, ആയുധം. പോലീസുകാരൻ കുറ്റവാളിയോട് ആയുധം ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ ആയുധം താഴെയിടാൻ ഉത്തരവിട്ടു. ദ പോലീസ്മാൻ ഓർഡേർഡ് ദ ക്രിമിനൽ ടു ഡ്രോപ്പ് ഹിസ് വെപ്പൺ. ദ പോലീസ്മാൻ ഓർഡേർഡ് ദ ക്രിമിനൽ. പോലീസുകാരൻ കുറ്റവാളിയോട് ഉത്തരവിട്ടു. ടു ഡ്രോപ്പ് ഹിസ് വെപ്പൺ. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ബിന്ദു അല്ലെങ്കിൽ തുള്ളി എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ദ പോലീസ്മാൻ ഓർഡേർഡ് ദ ക്രിമിനൽ ടു ഡ്രോപ്പ് ഹിസ് വെപ്പൺ. പോലീസുകാരൻ കുറ്റവാളിയോട് ആയുധം താഴെയിടാൻ ഉത്തരവിട്ടു. ഡിസോണസ്റ്റ്, സത്യസന്ധതയില്ലാത്ത അല്ലെങ്കിൽ ആത്മാർത്ഥതയില്ലാത്ത. അവൻ സത്യസന്ധനല്ലെന്ന് അവൾ പലപ്പോഴും പരാതിപ്പെടുന്നു. ഷീ ഒഫൻ കംപ്ലൈൻസ് ദാറ്റ് ഹീ ഈസ് ഡിസോണസ്റ്റ്. ഒഫൻ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം അല്ലെങ്കിൽ പലപ്പോഴും. കംപ്ലൈൻ, പരാതിപ്പെടുക. ഷീ ഒഫൻ കംപ്ലൈൻസ് ദാറ്റ് ഹീ ഈസ് ഡിസോണസ്റ്റ്. അവൻ സത്യസന്ധനല്ലെന്ന് അവൾ പലപ്പോഴും പരാതിപ്പെടുന്നു. എംപ്റ്റി, ഒഴിഞ്ഞ, പൊള്ളയായ, ശൂന്യമായ, ഇതൊക്കെയാണ് അർത്ഥം. ഹാളിൽ ഒഴിഞ്ഞ സീറ്റുകളൊന്നും അവശേഷിച്ചിരുന്നില്ല. There were no empty seats left in the hall. There were no empty seats left in the hall. Starvation, പട്ടിണി അല്ലെങ്കിൽ ക്ഷാമം. വിശപ്പ് കാരണം അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു. He had lost consciousness because of starvation. He had lost consciousness
കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ ബോധം. ഹി ഹാഡ് ലോസ്റ്റ് കോൺഷ്യസ്നെസ്. അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു. ബിക്കോസ് ഓഫ് സ്റ്റാവേഷൻ, പട്ടിണി കാരണം അല്ലെങ്കിൽ വിശപ്പ് കാരണം. ഹി ഹാഡ് ലോസ്റ്റ് കോൺഷ്യസ്നെസ് ബിക്കോസ് ഓഫ് സ്റ്റാവേഷൻ. പട്ടിണി കാരണം അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു. അക്കംപ്ലിഷ്, പൂർത്തിയാക്കുക, നിറവേറ്റുക, നിർവഹിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അനുവദിച്ച സമയത്തിനുള്ളിൽ നിങ്ങൾ ടാസ്ക് പൂർത്തിയാക്കണം. യു ഷുഡ് അക്കംപ്ലിഷ് ദ ടാസ്ക് വിത്തിൻ ദി അലോട്ടഡ് ടൈം. യു ഷുഡ് അക്കംപ്ലിഷ് ദ ടാസ്ക്. നിങ്ങൾ ടാസ്ക് പൂർത്തിയാക്കണം. വിത്തിൻ ദി അലോട്ടഡ് ടൈം. അലോട്ടഡ് ടൈം എന്ന് പറഞ്ഞാൽ അനുവദിച്ച സമയം. വിത്തിൻ ദി അലോട്ടഡ് ടൈം, അനുവദിച്ച സമയത്തിനുള്ളിൽ. യു ഷുഡ് അക്കംപ്ലിഷ് ദ ടാസ്ക് വിത്തിൻ ദി അലോട്ടഡ് ടൈം. അനുവദിച്ച സമയത്തിനുള്ളിൽ നിങ്ങൾ ടാസ്ക് പൂർത്തിയാക്കണം. ഗ്രാജുവലി, കാലക്രമത്തിൽ, ക്രമേണ അല്ലെങ്കിൽ പടിപടിയായി. അവൻ്റെ കാലിലെ വേദന ക്രമേണ കുറഞ്ഞു. ദ പെയിൻ ഇൻ ഹിസ് ലെഗ് ഗ്രാജുവലി ഡിക്രീസ്ഡ്. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറയുക. ദ പെയിൻ ഇൻ ഹിസ് ലെഗ് ഗ്രാജുവലി ഡിക്രീസ്ഡ്. അവൻ്റെ കാലിലെ വേദന ക്രമേണ കുറഞ്ഞു. ആറ്റിറ്റ്യൂഡ്, മനോഭാവം അല്ലെങ്കിൽ മനസ്ഥിതി. നിങ്ങളുടെ മനോഭാവം മാറ്റേണ്ടതുണ്ട്. യു ഹാവ് ടു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. യു ഹാവ് ടു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ഡിഫിക്കൽട്ടി, ബുദ്ധിമുട്ട്, പ്രതിബന്ധം, പ്രയാസം, ഇതൊക്കെയാണ് അർത്ഥം. അവൾക്ക് ഇംഗ്ലീഷ് ഉച്ചാരണം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ഡിഫിക്കൽട്ടി ലേണിംഗ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ. ലേൺ, പഠിക്കുക. പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം അല്ലെങ്കിൽ ഉച്ചാരണ രീതി. ഷീ ഹാഡ് ഡിഫിക്കൽട്ടി ലേണിംഗ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ. അവൾക്ക് ഇംഗ്ലീഷ് ഉച്ചാരണം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഷെയിം, അപമാനം, ലജ്ജ, നാണം. പരീക്ഷയിൽ തോറ്റതിൽ അവൾക്ക് നാണം തോന്നി അല്ലെങ്കിൽ ലജ്ജ തോന്നി. ഷീ ഫെൽറ്റ് ഷെയിം അറ്റ് ഫെയിലിംഗ് ദി എക്സാം. ഷീ ഫെൽറ്റ് ഷെയിം, അവൾക്ക് നാണം തോന്നി. അറ്റ് ഫെയിലിംഗ് ദി എക്സാം, പരീക്ഷയിൽ തോറ്റപ്പോൾ. ഷീ ഫെൽറ്റ് ഷെയിം അറ്റ് ഫെയിലിംഗ് ദി എക്സാം, പരീക്ഷയിൽ തോറ്റതിൽ അവൾക്ക് നാണം തോന്നി. ലിറ്ററേറ്റ്, പഠിപ്പുള്ള, എഴുതാനും വായിക്കാനും അറിയാവുന്ന, സാക്ഷരനായ, ഇതൊക്കെയാണ് അർത്ഥം. അവർ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള തലമുറയാണ്. They are the first fully literate generation in the country. They are the first fully literate generation in the country. എക്കണോമിക്കൽ, ചെലവ് ചുരുക്കുന്ന, പാഴ്ചെലവ് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ചെലവ് കുറയ്ക്കുന്ന. ചെറിയ അളവിൽ ഷോപ്പിംഗ് ചെയ്യുന്നതിനേക്കാൾ മൊത്തമായി വാങ്ങുന്നത് കൂടുതൽ ലാഭകരമാണ്. ബൈയിങ് ഇൻ ബൾക്ക് ഈസ് മോർ എക്കണോമിക്കൽ ദാൻ ഷോപ്പിംഗ് ഫോർ സ്മോൾ ക്വാണ്ടിറ്റീസ്. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. ബൈയിങ് ഇൻ ബൾക്ക് ഈസ് മോർ എക്കണോമിക്കൽ, മൊത്തത്തിൽ വാങ്ങുന്നത് കൂടുതൽ ലാഭകരമാണ്. ദാൻ ഷോപ്പിംഗ് ഫോർ സ്മോൾ ക്വാണ്ടിറ്റീസ്, ചെറിയ അളവിൽ ഷോപ്പിംഗ് ചെയ്യുന്നതിനേക്കാൾ. ബൈയിങ് ഇൻ ബൾക്ക് ഈസ് മോർ എക്കണോമിക്കൽ ദാൻ ഷോപ്പിംഗ് ഫോർ സ്മോൾ ക്വാണ്ടിറ്റീസ്. അസെറ്റ്, സമ്പാദ്യം, മുതൽക്കൂട്ട്, ആസ്തി, ഇതൊക്കെയാണ് അർത്ഥം. അവൾ ടീമിന് ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഐ എം ഷുവർ ഷീ വിൽ ബി ആൻ അസെറ്റ് ടു ദ ടീം. ഐ എം ഷുവർ ഷീ വിൽ ബി ആൻ അസെറ്റ് ടു ദ ടീം. അൺഫാസൻ, അഴിക്കുക. വിമാനം നിർത്തുന്നത് വരെ നിങ്ങളുടെ സുരക്ഷാ ബെൽറ്റ് അഴിക്കരുത്. ഡു നോട്ട് അൺഫാസൻ യുവർ സേഫ്റ്റി ബെൽറ്റ് അണ്ടിൽ ദ പ്ലെയിൻ ഹാസ് സ്റ്റോപ്ഡ്. ഡു നോട്ട് അൺഫാസൻ യുവർ സേഫ്റ്റി ബെൽറ്റ്. നിങ്ങളുടെ സേഫ്റ്റി ബെൽറ്റ് അല്ലെങ്കിൽ സുരക്ഷാ ബെൽറ്റ് അഴിക്കരുത്. അണ്ടിൽ, വരെ. അണ്ടിൽ ദ പ്ലെയിൻ ഹാസ് സ്റ്റോപ്ഡ്, വിമാനം നിർത്തുന്നത് വരെ. ഡു നോട്ട് അൺഫാസൻ യുവർ സേഫ്റ്റി ബെൽറ്റ് അണ്ടിൽ ദ പ്ലെയിൻ ഹാസ് സ്റ്റോപ്ഡ്. വിമാനം നിർത്തുന്നത് വരെ നിങ്ങളുടെ സുരക്ഷാ ബെൽറ്റ് അഴിക്കരുത്. ബ്രൂട്ടൽ, ക്രൂരമായ അല്ലെങ്കിൽ മൃഗീയമായ. കൊലപാതകം ക്രൂരമായ ഒരു കുറ്റകൃത്യമാണ്. മർഡർ ഈസ് എ ബ്രൂട്ടൽ ക്രൈം. മർഡർ, കൊലപാതകം. ക്രൈം എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം. മർഡർ ഈസ് എ ബ്രൂട്ടൽ ക്രൈം. കൊലപാതകം ക്രൂരമായ ഒരു കുറ്റകൃത്യമാണ്. ഇംപൊലൈറ്റ്, മര്യാദയില്ലാത്ത. ഒരു പെൺകുട്ടിയെ തുറിച്ചു നോക്കുന്നത് മര്യാദകേടാണ്. ഇറ്റ്സ് ഇംപൊലൈറ്റ് ടു സ്റ്റെയർ അറ്റ് എ ഗേൾ. സ്റ്റെയർ എന്ന് വെച്ചാൽ തുറിച്ചു നോക്കുക. ഇറ്റ്സ് ഇംപൊലൈറ്റ് ടു സ്റ്റെയർ അറ്റ് എ ഗേൾ. ഒരു പെൺകുട്ടിയെ തുറിച്ചു നോക്കുന്നത് മര്യാദകേടാണ്. സ്കേഴ്സിറ്റി, ക്ഷാമം അല്ലെങ്കിൽ ദൗർലഭ്യം. വിദഗ്ധ തൊഴിലാളികളുടെ ദൗർലഭ്യം സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നു. ദ സ്കേഴ്സിറ്റി ഓഫ് സ്കിൽഡ് വർക്കേഴ്സ് ഈസ് വറിയിങ് ദ ഗവൺമെൻറ്. സ്കിൽഡ് വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ വിദഗ്ധ തൊഴിലാളികളുടെ ദൗർലഭ്യം സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നു. ബിലീഫ്, വിശ്വാസം. ആ മനുഷ്യന് ദൈവത്തിൽ ശക്തമായ വിശ്വാസമുണ്ട്. ദാറ്റ് മാൻ ഹാസ് എ സ്ട്രോങ് ബിലീഫ് ഇൻ ഗോഡ്. ദാറ്റ് മാൻ ഹാസ് എ സ്ട്രോങ് ബിലീഫ് ഇൻ ഗോഡ്. ആ മനുഷ്യന് ദൈവത്തിൽ ശക്തമായ വിശ്വാസമുണ്ട്. കൺസെൻറ്റ്, സമ്മതം, അനുമതി, അംഗീകാരം, ഇതൊക്കെയാണ് അർത്ഥം. നിങ്ങളുടെ സമ്മതമില്ലാതെ അവർക്ക് നിങ്ങളുടെ പേര് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. ദേ കാൻ പബ്ലിഷ് യുവർ നെയിം വിതൗട്ട് യുവർ കൺസെൻറ്റ്. ദേ കാൻ പബ്ലിഷ് യുവർ നെയിം. അവർക്ക് നിങ്ങളുടെ പേര് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. വിത്തൗട്ട് യുവർ കൺസെൻറ്റ്, നിങ്ങളുടെ സമ്മതമില്ലാതെ. ദേ കാൻ പബ്ലിഷ് യുവർ നെയിം വിത്തൗട്ട് യുവർ കൺസെൻറ്റ്.
നിങ്ങളുടെ സമ്മതമില്ലാതെ അവർക്ക് നിങ്ങളുടെ പേര് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. ടിമിഡ്, ഭീരുവായ അല്ലെങ്കിൽ ധൈര്യമില്ലാത്ത. ഞാനൊരു ഭീരുവായ കുട്ടിയായിരുന്നു. ഐ വാസ് എ ടിമിഡ് ചൈൽഡ്. ഐ വാസ് എ ടിമിഡ് ചൈൽഡ്. ഞാനൊരു ഭീരുവായ കുട്ടിയായിരുന്നു. ഹോസ്റ്റൈൽ, വിരോധമുള്ള, ശത്രുതയുള്ള അല്ലെങ്കിൽ ശത്രുപരമായ. എന്തുകൊണ്ടാണ് അവൻ എന്നോട് ശത്രുത കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഐ ഹാവ് നോ ഐഡിയ വൈ ഹീ ഈസ് ഹോസ്റ്റൈൽ ടു മീ. ഐ ഹാവ് നോ ഐഡിയ വൈ ഹീ ഈസ് ഹോസ്റ്റൈൽ ടു മീ. എന്തുകൊണ്ടാണ് അവൻ എന്നോട് ശത്രുത കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒഫൻസ്, നിയമലംഘനം, അപരാധം, കുറ്റം, ഇതൊക്കെയാണ് അർത്ഥം. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ്. ഡ്രൈവിംഗ് വിത്തൗട്ട് എ ലൈസൻസ് ഈസ് എൻ ഒഫൻസ്. ഡ്രൈവിംഗ് വിത്തൗട്ട് എ ലൈസൻസ് ഈസ് എൻ ഒഫൻസ്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ്. കൺവേർജ്, കേന്ദ്രീകരിക്കുക, ഒരേ സ്ഥാനത്ത് ചെന്ന് ചേരുക അല്ലെങ്കിൽ ഒരിടത്ത് ഒരുമിച്ച് കൂടുക. പാതകളെല്ലാം പാർക്കിൻ്റെ പ്രധാന ഗേറ്റിൽ ഒത്തുചേരുന്നു. ദ പാത്സ് ഓൾ കൺവേർജ് അറ്റ് ദ മെയിൻ ഗേറ്റ് ഓഫ് ദ പാർക്ക്. ദ പാത്സ് ഓൾ കൺവേർജ് അറ്റ് ദ മെയിൻ ഗേറ്റ് ഓഫ് ദ പാർക്ക്. ദ പാത്സ് ഓൾ കൺവേർജ്. പാത്ത്, വഴി അല്ലെങ്കിൽ പാത. ദ പാത്സ് ഓൾ കൺവേർജ്. പാതകളെല്ലാം ഒത്തുചേരുന്നു. അറ്റ് ദ മെയിൻ ഗേറ്റ് ഓഫ് ദ പാർക്ക്. പാർക്കിൻ്റെ മെയിൻ ഗേറ്റിൽ അല്ലെങ്കിൽ പ്രധാന ഗേറ്റിൽ. ദ പാത്സ് ഓൾ കൺവേർജ് അറ്റ് ദ മെയിൻ ഗേറ്റ് ഓഫ് ദ പാർക്ക്. പാതകളെല്ലാം പാർക്കിൻ്റെ പ്രധാന ഗേറ്റിൽ ഒത്തുചേരുന്നു. പേട്രിയറ്റ്, ദേശഭക്തൻ, ദേശാഭിമാനി, രാജ്യസ്നേഹി. അവസാനം വരെ അവൾ ഒരു യഥാർത്ഥ ദേശസ്നേഹിയായിരുന്നു. ഷി വാസ് എ ട്രൂ പേട്രിയറ്റ് ടു ദ ലാസ്റ്റ്. ഷി വാസ് എ ട്രൂ പേട്രിയറ്റ് ടു ദ ലാസ്റ്റ്. അവസാനം വരെ അവളൊരു യഥാർത്ഥ രാജ്യസ്നേഹിയായിരുന്നു. ട്രേറ്റർ, വിശ്വാസവഞ്ചകൻ, ഒറ്റുകൊടുക്കുന്നവൻ, രാജ്യദ്രോഹി, ഇതൊക്കെയാണ് അർത്ഥം. അവനെ ഒരു രാജ്യദ്രോഹിയായി ചിത്രീകരിച്ചു. ഹി വാസ് ഡെപിക്റ്റഡ് ആസ് എ ട്രേറ്റർ. ഡെപിക്റ്റ് എന്ന് വെച്ചാൽ ചിത്രീകരിക്കുക. ഹി വാസ് ഡെപിക്റ്റഡ് ആസ് എ ട്രേറ്റർ. അവനെ ഒരു രാജ്യദ്രോഹിയായി ചിത്രീകരിച്ചു. മെറിറ്റ്, അർഹത, ഗുണം, യോഗ്യത, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ടി വിക്ക് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ടി വി ഹാസ് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. ഡീമെറിറ്റ് എന്ന് വെച്ചാൽ ദോഷം. ടി വി ഹാസ് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. ടി വിക്ക് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ലെൻറ്റ്, കൊടുക്കുക, പലിശയ്ക്ക് കൊടുക്കുക, കടം കൊടുക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ കാർ എനിക്ക് കടം തരാമോ? ക്യാൻ യു ലെൻഡ് മീ യുവർ കാർ ദിസ് ഈവനിങ്? ക്യാൻ യു ലെൻഡ് മീ യുവർ കാർ? നിങ്ങളുടെ കാർ എനിക്ക് കടം തരാമോ? ദിസ് ഈവനിങ്, ഇന്ന് വൈകുന്നേരം. ക്യാൻ യു ലെൻഡ് മീ യുവർ കാർ ദിസ് ഈവനിങ്? ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ കാർ എനിക്ക് കടം തരാമോ? ആക്യുറേറ്റ്, കൃത്യമായ, ശരിയായ അല്ലെങ്കിൽ തെറ്റുകൂടാത്ത. അവൻ്റെ വിവരണം കൃത്യമായിരുന്നു. ഹിസ് ഡിസ്ക്രിപ്ഷൻ വാസ് ആക്യുറേറ്റ്. ഡിസ്ക്രിപ്ഷൻ, വിവരണം. ഹിസ് ഡിസ്ക്രിപ്ഷൻ വാസ് ആക്യുറേറ്റ്. അവൻ്റെ വിവരണം കൃത്യമായിരുന്നു. പ്രഷ്യസ്, വിലയേറിയ, അമൂല്യമായ, മതിപ്പുള്ള. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഈച്ച് ലൈഫ് ഈസ് പ്രഷ്യസ്. ഈച്ച് ലൈഫ് ഈസ് പ്രഷ്യസ്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഇൻ്റർഫിയർ, ഇടപെടുക, കൈകടത്തുക അല്ലെങ്കിൽ തലയിടുക. ഞാൻ ഒരിക്കലും അവൻ്റെ ബിസിനസ്സിൽ ഇടപെടാറില്ല. ഐ നെവർ ഇൻ്റർഫിയർ ഇൻ ഹിസ് ബിസിനസ്. ഐ നെവർ ഇൻ്റർഫിയർ ഇൻ ഹിസ് ബിസിനസ്. ഗ്രോപ്പ്, തപ്പുക, ഇരുട്ടിൽ തപ്പിത്തടയുക അല്ലെങ്കിൽ തപ്പി നോക്കുക. ഞാൻ ഫോണിനായി ഇരുട്ടിൽ തപ്പി. ഐ ഗ്രോപ്പ് ഇൻ ദ ഡാർക്ക്നെസ് ഫോർ ദ ഫോൺ. ഡാർക്ക്നെസ്, ഇരുട്ട്. ഐ ഗ്രോപ്പ് ഇൻ ദ ഡാർക്ക്നെസ് ഫോർ ദ ഫോൺ. ഞാൻ ഫോണിനായി ഇരുട്ടിൽ തപ്പി. ഡിഗ്രേഡ്, നിസാരമാക്കുക, വില കുറയ്ക്കുക, തരം താഴ്ത്തുക, ഇതൊക്കെയാണ് അർത്ഥം. അത്തരത്തിലുള്ള സത്യസന്ധമല്ലാത്ത പ്രവൃത്തി നിങ്ങളെ തരം താഴ്ത്തും. എ ഡിസോണസ്റ്റ് ആക്ഷൻ ലൈക്ക് ദാറ്റ് വിൽ ഡിഗ്രേഡ് യു. ഡിസോണസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സത്യസന്ധതയില്ലാത്ത. ആക്ഷൻ, പ്രവൃത്തി. ലൈക്ക് ദാറ്റ്, അത്തരത്തിലുള്ള. എ ഡിസോണസ്റ്റ് ആക്ഷൻ ലൈക്ക് ദാറ്റ് വിൽ ഡിഗ്രേഡ് യു. അത്തരത്തിലുള്ള സത്യസന്ധമല്ലാത്ത പ്രവൃത്തി നിങ്ങളെ തരം താഴ്ത്തും. ഡിസിനസ്, മയക്കം അല്ലെങ്കിൽ തലചുറ്റൽ. ആ മരുന്ന് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് തലകറക്കം അനുഭവപ്പെടാം. യു മേ എക്സ്പീരിയൻസ് ഡിസിനസ് ആഫ്റ്റർ ടേക്കിംഗ് ദാറ്റ് മെഡിസിൻ. യു മേ എക്സ്പീരിയൻസ് ഡിസിനസ്. നിങ്ങൾക്ക് തലകറക്കം അനുഭവപ്പെടാം. ആഫ്റ്റർ ടേക്കിംഗ് ദാറ്റ് മെഡിസിൻ. ആ മരുന്ന് കഴിച്ചതിന് ശേഷം. യു മേ എക്സ്പീരിയൻസ് ഡിസിനസ് ആഫ്റ്റർ ടേക്കിംഗ് ദാറ്റ് മെഡിസിൻ. ആ മരുന്ന് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് തലകറക്കം അനുഭവപ്പെടാം. സ്വീപ്പ്, തൂക്കുക അല്ലെങ്കിൽ അടിച്ചു വാരുക. കട്ടിലിനടിയിൽ തൂത്തുവാരാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്വീപ്പ് അണ്ടർ ദ ബെഡ്. ഫോർഗെറ്റ്, മറക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്വീപ്പ് അണ്ടർ ദ ബെഡ്. കട്ടിലിനടിയിൽ തൂത്തുവാരാൻ മറക്കരുത്. ഡിസെപ്ഷൻ, വഞ്ചിക്കുന്ന സ്വഭാവം, വഞ്ചന, ചതി,
ഇതൊക്കെയാണ് അർത്ഥം. അവളുടെ വഞ്ചന സമ്മതിക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. ഷീ ഡിഡിൻറ്റ് ഹാവ് ദ കറേജ് ടു അഡ്മിറ്റ് ടു ഹെർ ഡിസെപ്ഷൻ. കറേജ് ധൈര്യം, അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കുക. ഷീ ഡിഡിൻറ്റ് ഹാവ് ദ കറേജ്, അവൾക്ക് ധൈര്യമില്ലായിരുന്നു. ടു അഡ്മിറ്റ് ടു ഹെർ ഡിസെപ്ഷൻ, അവളുടെ വഞ്ചന സമ്മതിക്കാൻ. ഷീ ഡിഡിൻറ്റ് ഹാവ് ദ കറേജ് ടു അഡ്മിറ്റ് ടു ഹെർ ഡിസെപ്ഷൻ, അവളുടെ വഞ്ചന സമ്മതിക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. ഒബ്ജെക്ഷൻ, തർക്കം, പ്രതിഷേധം, എതിർപ്പ്. എനിക്കതിൽ ഒരെതിർപ്പുമില്ല. ഐ ഡോണ്ട് ഹാവ് എനി ഒബ്ജെക്ഷൻ ടു ഇറ്റ്. ഐ ഡോണ്ട് ഹാവ് എനി ഒബ്ജെക്ഷൻ ടു ഇറ്റ്. അപ്രോപ്രിയേറ്റ്, ഉചിതമായ അല്ലെങ്കിൽ സാഹചര്യത്തിന് യോജിച്ച. അവൾ സന്ദർഭത്തിന് അനുയോജ്യമായ അല്ലെങ്കിൽ ഉചിതമായ ഒരു പ്രസംഗം നടത്തി. ഷീ ഗേവ് എ സ്പീച്ച് അപ്രോപ്രിയേറ്റ് ടു ദി ഒക്കേഷൻ. സ്പീച്ച് പ്രസംഗം, ഒക്കേഷൻ സന്ദർഭം അല്ലെങ്കിൽ അവസരം. ഷീ ഗേവ് എ സ്പീച്ച് അപ്രോപ്രിയേറ്റ് ടു ദി ഒക്കേഷൻ. അവൾ സന്ദർഭത്തിന് അനുയോജ്യമായ ഒരു പ്രസംഗം നടത്തി. സ്റ്റീൽ, കവർന്നെടുക്കുക അല്ലെങ്കിൽ മോഷ്ടിക്കുക. നിങ്ങൾ പണം മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടു. ഐ സോ യു സ്റ്റീൽ ദ മണി. ഐ സോ യു സ്റ്റീൽ ദ മണി. എൽസ്വെയർ, എവിടെയെങ്കിലും, വേറൊരു സ്ഥലത്ത്, മറ്റൊരിടത്ത്. ഇതൊക്കെയാണ് അർത്ഥം. മറ്റിടങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വില കൂടുതലാണ്. പ്രൈസ് ഈസ് ഹയർ ഹിയർ ദാൻ എൽസ്വെയർ. പ്രൈസ് ഈസ് ഹയർ ഹിയർ ദാൻ എൽസ്വെയർ. സാക്രിഫൈസ്, ത്യാഗം, സമർപ്പണം, സമർപ്പിക്കുക. ഒരമ്മ മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ത്യജിക്കും. എ മദർ വിൽ സാക്രിഫൈസ് ഹെർ ലൈഫ് ഫോർ ഹെർ ചിൽഡ്രൻ. എ മദർ വിൽ സാക്രിഫൈസ് ഹെർ ലൈഫ് ഫോർ ഹെർ ചിൽഡ്രൻ. എക്സ്പെൻസീവ്, വിലയേറിയ അല്ലെങ്കിൽ ചെലവേറിയ. ഈ നഗരത്തിൽ താമസ സൗകര്യം ചെലവേറിയതാണ്. അക്കോമഡേഷൻ ഈസ് എക്സ്പെൻസീവ് ഇൻ ദിസ് സിറ്റി. അക്കോമഡേഷൻ താമസ സൗകര്യം. അക്കോമഡേഷൻ ഈസ് എക്സ്പെൻസീവ് ഇൻ ദിസ് സിറ്റി. ഈ നഗരത്തിൽ താമസ സൗകര്യം ചെലവേറിയതാണ്. അരഗൻറ്റ്, അഹങ്കാരിയായ അല്ലെങ്കിൽ ധിക്കാരി. അവൻ വളരെ അഹങ്കാരിയായിരുന്നു. ഹി വാസ് സോ അരഗൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.